ഹായ് പരിപാടി തുടങ്ങാറേ ഞാൻ പറയാം. ഒരു വർഷം മുമ്പേ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് വന്ന ഒരു ചെറു പുഞ്ചിരി ഇന്നിത് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പേര് ചോദിച്ചു ഒരു ചോദ്യമാണ്, എവിടെ ബർത്ത്ഡേ വീഡിയോ, എവിടെ ബർത്ത്ഡേ വീഡിയോ. സോ ഇതാ ബർത്ത്ഡേ വീഡിയോ. ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്നു വരുമ്പോൾ ചേച്ചിയും ശ്യാമേട്ടനും രതിയമ്മയും സുരാജനും ഇവാനും ഒക്കെ വീട്ടിലുണ്ട്. തമ്പുവിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആൻഡ് ശ്യാമേട്ടന്റെ ഈ ഒരു ഫാമിലിയുടെ കയ്യൊരു ദൈവമേ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻഡ് ഓഫ് ദ വീഡിയോയിൽ പറയാതെ എന്താന്നുള്ളത് കേട്ടോ. ആൻഡ് ഓൾസോ ഞാൻ കുറെ നാളായി ഞങ്ങളുടെ അവിടെ കൊതുകിന്റെ നെറ്റ് വെച്ച് തരാൻ ശ്യാമേട്ടനോട് പറയണത്. ശ്യാമേട്ടൻ അത് പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് പിന്നെ വെച്ചുതരാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനി പരിപാടികൾ തുടങ്ങാൻ പോവാണ്, തിരക്കിലേക്ക് വരികയാണ്. ഇത് രാവിലെ തന്നെ അച്ഛൻ എത്തിയിട്ടുണ്ട്, എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണോന്ന് അറിയാനായിട്ട്. അങ്ങനെ അച്ഛൻ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡെക്കറേഷൻ ടീം വന്നു. കാൻഡിൽ ലൈറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു ഡെക്കറേഷൻ ടീമിനെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരൊരു സ്റ്റാർട്ടപ്പ് ടീമാണ്, കുറച്ച് കുട്ടികൾ ചേർന്ന് തുടങ്ങിയേക്കണ ഒരു സംരംഭം കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണമല്ലോ. സോ അവര് ഇതുപോലെ ബർത്ത്ഡേ അതുപോലെ തന്നെ ആനിവേഴ്സറി അങ്ങനെ ചെറിയ ചെറിയ ഇവന്റ്സ് ഒക്കെയാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. സോ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൊടുക്കാൻ. ഞാൻ അവർ ചെയ്ത വർക്ക് എൻഡ് ഓഫ് ദ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ അവരുടെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇനി ബാക്ക് നമുക്ക് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ ബർത്ത്ഡേ, അതായത് ബർത്ത്ഡേ ദിവസത്തെ ഫസ്റ്റ് സമ്മാനം ശ്യാമേട്ടൻ തുടങ്ങി വെച്ചേ. പിന്നെ ദൈവമേ വണ്ടിയോട് വണ്ടിയാണ് കേട്ടോ. ഇത് സൗമ്യ ചേച്ചി, ഇതും എൻ്റെ ഹസ്ബൻഡ് ബ്രദറിന്റെ വൈഫാണ്, കസിൻ ബ്രദറിന്റെ വൈഫാണ്. അവരും ദേ വണ്ടിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിങ്ങനെ ഓരോരുത്തർ വണ്ടി കൊണ്ട് തന്നെ കാണുമ്പോഴേക്കും എൻ്റെ ചങ്കിലൊരു കത്തലാണ്, ഇതൊക്കെ കൊണ്ട് എവിടെ വെക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ മോന് ഭയങ്കര സന്തോഷവുമാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമുണ്ട് വണ്ടി എന്ന് പറയുന്നത്. എത്ര വണ്ടി കിട്ടിയാലും അവനൊരു ഒരു വെറുതെ ഇല്ല എന്ന് പറയില്ല, അതുപോലെയാണ്. ഒരു വണ്ടിയിലേക്കുമ്പോൾ അവൻ അടുത്ത വണ്ടിയിലേക്ക് പോകണം. അവനങ്ങനെ വണ്ടിയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി പോയിട്ടൊന്ന് കുളിക്കട്ടെ. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്താറാൻ സമയമായിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ കുളിച്ചു. ഇപ്പം എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മണി ഇപ്പോൾ 12:30 കറക്റ്റ് സമയത്ത് അവർ വിളിച്ചു കേട്ടോ. 12:30 1 മണിയാകുമ്പോഴേക്കും അവരെത്തുമെന്ന് പറഞ്ഞു. നമ്മൾ പുറത്തിപ്പോൾ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുൾ സെറ്റായി അവർ വരുമ്പോൾ റെഡി ആവണം. ആൻഡ് എനിക്ക് നെയിൽസ് വെക്കാനുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്തായാലും അവരൊക്കെ വന്നിട്ട് ടൈമിംഗ് അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാജിക് സിസേഴ്സിനെ കണ്ടുപഠിക്കണം എന്ന് പറയേണ്ട രീതിയിലേക്ക് അവർ കൃത്യം 12:30 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെയല്ല, 1 മണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. ഞാനാണ് ഇത്തവണ ഡിലേ ആക്കിയത്. സോ ഇവരുടെ പേജിന്റെ പേര് മാജിക് സിസേഴ്സ് എന്നാണ്. എന്നെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം. എൻ്റെ കല്യാണം മുതൽ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ വരെ എന്തൊക്കെ ഫംഗ്ഷൻ വന്നിട്ടുണ്ടോ അതിനൊക്കെ ഒരുക്കിയേക്കണത് ഇവരാണ് കേട്ടോ. ഇവരെനിക്ക് ഏതോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീം അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടീം മാത്രമല്ല, ഇവർ ശരിക്കും എൻ്റെ ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻ ആണോ ഞങ്ങൾക്ക്. നമുക്ക് എന്തും ക്ലോസ് ആയിട്ടുള്ളതുകൊണ്ട് എന്തും പറയാം. അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ച് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി 1 മണിക്കൂറത്തെ 2 മണിക്കൂറോ വർത്താനായിരിക്കും പകുതി. അത്ര കൂളാണ് കേട്ടോ. എന്തായാലും ഇവർക്ക് ഷോപ്പ് ഉണ്ട്, അരേങ്കാവിൽ ഷോപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. ഞാൻ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൊടുക്കാം. നല്ല കിടിലൻ പ്രൈസ് റേഞ്ചിലും നല്ല അടിപൊളി ഫിനിഷിലും നല്ല പ്രീമിയം ആയിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും അവരെ ഡീറ്റെയിൽസ് കൊടുക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് പിന്നെ മാമനും മോനും ഭയങ്കര സെറ്റായി. അവനും പിന്നെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു നേരത്തെ വരണം എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു സഹായം ഉണ്ടാവുള്ളൂ. അങ്ങനെ എൻ്റെ അമ്മ വന്നപ്പോൾ 3 നെക്ലസ് ഒക്കെ ഇട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പൊന്നോ എനിക്കില്ലല്ലോ ഇത്രയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് അങ്ങനെ പയ്യെ നടക്കുന്നുണ്ട്. മേക്കപ്പിന്റെ ഇടയിൽ ഞാൻ നെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച നെയിൽസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ, എന്ത് ചീപ്പ് റേറ്റിന് എനിക്ക് കിട്ടിയെന്ന് പറയും. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറിച്ചെടുത്തിട്ട് അത് പോകണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പം റിവീൽ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ ഉണ്ടാക്കി ചിരിക്കണ കണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, എൻ്റെ മനസ്സ് ഫുൾ ടെൻഷനാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ഒന്ന് ചെയ്താൽ അത് ഫുള്ള് തീരണ വരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ. ആൻഡ് അഫ്കോഴ്സ് എൻ്റെ ഔട്ട്ഫിറ്റിന്റെ കാര്യം എടുത്തു പറയണം. ഞാൻ ഔട്ട്ഫിറ്റ് ചെയ്യിപ്പിച്ചത് വിന്റേജ് ബൈ കൃഷ്ണയിലാണ്. അതും എൻ്റെ സീമന്തം മുതലേ ഉള്ള എൻ്റെ ഫ്രണ്ടാണ് കൃഷ്ണ. ഈ പരിപാടി വരെ ആള് തന്നെ ചെയ്തേക്കുന്നത്. ഇഷ്ടം പോലെ ഡിസൈൻസ് ആളുടെ കയ്യിലുണ്ട്, ഭയങ്കര ഐഡിയയും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വെഡിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസൈനിങ് വർക്കിന് ഡെഫിനറ്റ്ലി അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഡെക്കറേഷൻ പിള്ളേർ ഇതേ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇവർ ഇത്രയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അവർ തുടക്കക്കാരായതുകൊണ്ട് അതൊക്കെ ഉണ്ട്. എങ്കിലും അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ മിനിമൽ റേറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. ആൻഡ് പയ്യെ പയ്യെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നാൽ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കിച്ചാമിന്റെ സ്യൂട്ട് ഞങ്ങൾ കിങ്സ്മാൻ കൊച്ചിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് റെന്റ് എടുത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കിച്ചാമിനെ ഒന്ന് സ്യൂട്ടിൽ കാണുന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണേ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഫോട്ടോഗ്രാഫി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടീമിനെ ആയിരുന്നു. ലൈറ വെഡിങ് എന്നാട്ടോ അവരുടെ പേജിന്റെ പേര്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ആനന്ദ് ആൻഡ് വീഡിയോഗ്രാഫർ ഉണ്ട്. സൂപ്പർ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ അവർ നല്ല കുഞ്ഞുങ്ങളെ കൂളാക്കി കാമാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യട്ടോ. അപ്പൊ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും കണ്ട് നേരെ പരിപാടി കാണാം. ഹായ്, പരിപാടി തുടങ്ങാറേ. ഞാൻ പറയാം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേ സൂര്യ വന്നിട്ടുണ്ടായിട്ടോ. എനിക്ക് കുറച്ച് ഓൺലൈൻ ഫ്രണ്ട്സേ ഉള്ളൂ, കുറച്ച് പേരെ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സൂര്യ ഒരാളായിരുന്നു. സൂര്യ പാവം ഭയങ്കര കൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല. ആൻഡ് ഓൾസോ എന്റെ OG ഫ്രണ്ട്സ് ദേ ഇവിടെ ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് എന്നെ പോലെ മാത്രം കളിപ്പിക്കാൻ അറിയില്ല. അനിയത്തിയുടെ സ്നേഹം കണ്ടായിരുന്നല്ലോ കിട്ടിയ അറിയത്. പക്ഷെ നേരത്തെ അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഒരു ഇന്റിമേറ്റ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഫംഗ്ഷൻ ആയിരുന്നു. എന്റെ റിലേറ്റീവ്സും എന്റെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സും ആയിട്ടുള്ള ഏതോ ഫസ്റ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും കസിൻസും കുറച്ച് കൊളീഗ്സും കുറച്ച് ഫ്രണ്ട്സും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ ചുറ്റിനും നിന്നിട്ട് തമ്പുവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. സോ അങ്ങനെയാണ് ഞങ്ങൾ ഇതൊന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത്. എനിക്ക് കേക്ക് മുറിക്കാട്ടെ. ഒരു വർഷം മുമ്പേ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് വന്ന ഒരു ചെറു പുഞ്ചിരി ഇന്നിത് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ആസ് ടുനൈറ്റ്. നമ്മുടെ ഈ സെലിബ്രേഷനിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണ്. വലിയെയും മാധുവിനെയും കൂടി നമുക്ക് സ്റ്റേജിലേക്ക് Happy birthday to you. Happy birthday to you. Happy birthday to you. You're my sunshine, my dear friend. You're my sweetheart, my love. Happy birthday, my best friend. Happy birthday to you. Happy birthday to you. Happy അങ്ങനെ ഞങ്ങൾ എല്ലാവരും
എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ മറ്റൊരു സ്പെഷ്യൽ പാർട്ടായിരുന്നു കേട്ടോ ഈ ഒരു റിട്ടേൺ ഗിഫ്റ്റ്. ചെറിഷ് ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ചെയ്യിപ്പിച്ചാണ്. ഇവരാണ് തമ്പുവിന്റെ പേരിലുള്ള ചടങ്ങിന് റിട്ടേൺ ഗിഫ്റ്റ് ചെയ്തിട്ടോ. നിങ്ങൾ ഏത് മോഡൽ കൊണ്ടു ചെന്നാലും അവർ കിഡിലും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ചെയ്തുതരും. ഭയങ്കര മിനിമൽ പ്രൈസും ആണ് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യക്ക് പോകാൻ സമയമായി. അപ്പൊ സൂര്യ അതേ ബൈ ബൈ ഒക്കെ പറയാണ്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു. ഇനി നമ്മൾ തമ്പുവിന്റെ ഒരു 1 year ഓഫ് തമ്പു നമ്മൾ കാണാൻ പോവാണ് കേട്ടോ. അവൻ ജനിച്ച അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ. മാത്രമല്ല നമ്മളിങ്ങനെ പാരന്റ്സും എല്ലാവരും അവന് ഒരു വിഷസ് കൊടുക്കണതും റിലേറ്റീവ്സ് ഒക്കെ വിഷസ് കൊടുക്കണതിന്റെ ഒരു വീഡിയോ ക്ലിപ്സ് ഞാൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെ കൊണ്ടും. സോ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ പ്രൊജക്ടറിൽ വെച്ച് കാണിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഭയങ്കര അടിപൊളി ഒരു പാർട്ടായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രമ്യ ചേച്ചിയൊക്കെ ശരിക്കും കരഞ്ഞ് കോളാക്കിയിട്ട് വെച്ചാൽ അവനുമായി ക്ലോസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് അവൻ പെട്ടെന്ന് വളർന്നു എന്ന് കാണുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ പിള്ളേര് സെറ്റിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇല്ലാന്ന് ചുമ്മാ പോസ്റ്റ് ചെയ്ത കാര്യമില്ല, കോപ്പിറൈറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യാം. ചേച്ചിമാരുടെയും ഞങ്ങളുടെയും അതുപോലെ തന്നെ അമ്മമാരുടെ ഡാൻസ് ഉണ്ടായിട്ടോ. എന്റെ അമ്മയൊന്നും കളിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ വെച്ചിട്ടില്ല. എന്റെ അമ്മ 1-2 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, അല്ലാണ്ടൊന്നും അമ്മ കളിച്ചിട്ടില്ല. പക്ഷെ ഇവരെല്ലാരും കൂടി കളിച്ചൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയില്ലേ. ഇനി അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ശരിക്കും നമ്മൾ മെമ്മറി ഫ്രീസ് ചെയ്യണ പോലെയല്ലേ ആ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ അന്ന് നടന്ന കാര്യം അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തമ്പുവിന്റെ ബർത്ത്ഡേക്ക് എല്ലാവരെയും കൊണ്ട് നിർത്തി ഫോട്ടോ എടുപ്പിച്ച് അതൊരു ആൽബം ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ചിരുത്തി കുറെ ഫോട്ടോ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് തമ്പുവിന്റെ ഫേവറേറ്റ് പാർട്ടായിരിക്കും. തമ്പു വലുതാവുമ്പോൾ ഇത് ഓർക്കില്ലെന്ന് അറിയില്ല. ഈ ഒരു ബൈക്ക് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ബൈക്ക് ഭ്രാന്തനായ ബൈക്ക് ഭ്രാന്തനാട്ടോ. നമ്മുടെ മാജിക് സെസിലെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീം അവര് നമുക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇതായിരിക്കും അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് എനിക്ക് അറിയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അവൻ ഇട്ടേക്കണ ഈ ഒരു ഡ്രസ്സ് നോട്ട്സ് ഓഫ് ജോയ് ബൈ ഗായത്രി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചാട്ടോ. ക്രോഷേ ഡ്രസ്സ് ആണ് കേട്ടോ. എന്തായാലും ചൂട്ടൊക്കെ ഇട്ടിരിക്കുമ്പോൾ ചൂടെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച അവന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, തമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടായിട്ടോ. പിന്നെ അതെ എന്റെ OG ഗ്യാങ് എത്തിയിട്ടുണ്ട്. ഞാൻ RLB പഠിക്കണം മുതൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഇവരെയൊക്കെ അറിയാൻ പറ്റും. ഇവരുടെ RLB കോളേജിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണ്. എല്ലാവരും ഒന്നുമില്ല, എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. കുറെ പേരൊക്കെ പല പല സ്ഥലത്താണ്. പക്ഷെ വന്നവരെല്ലാവരും വെച്ച് ഞങ്ങൾ ഫുൾ അടിപൊളി എൻജോയ്മെന്റ് ഒക്കെ ആയിരുന്നു ഇവരെല്ലാവരും. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന്റെ പിറന്നാൾ മാത്രമല്ല, രമ്യ ചേച്ചിനെ ചിങ്കിച്ചേട്ടൻ ഞങ്ങളുടെ കസിൻസിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതും കൂടി ഒന്ന് കളറാക്കാം. മാത്രല്ല ഇവിടെ വേറെ 2 പേരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. രമ്യ ചേച്ചിയുടെയും ചിങ്കിച്ചേന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അവരെ ഞങ്ങള് ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. ലൈറ്റ് അവിടെ തന്നെ ഉണ്ടാകും, വേഗം പോരും. എല്ലാരും നല്ലൊരു കയ്യടി കൊടുക്കുകയാണെങ്കിൽ അത് ഒരു അടിപൊളി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കും. നല്ലൊരു കയ്യടി. ഒപ്പം കേശുവിനെ കൂടി, അവരുടെ മുത്തുമണിയാണല്ലോ കേശു. അപ്പൊ കേശുവും കൂടി സ്റ്റേജിലേക്ക് വരും. എല്ലാവരും നല്ല കയ്യടി. സ്റ്റേജിലേക്ക് കയറേണ്ടതാണ്, സ്റ്റേജിൽ കയറി നിൽക്കേണ്ടതാണ്. 2 നവവധു നവവരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പൊ കേശു മാല കൊടുക്കും, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാത്താൻ പോവാണ്. ഈ ഒരു നിമിഷം എല്ലാരും ഒന്ന് കൈയടിച്ചേ, അത് കൂടി കൂടിക്കേ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വർഷം രമ്യ ചേച്ചിയുടെ കൂടെ ജീവിച്ച ചിങ്കിച്ചേട്ടന് രമ്യ ചേച്ചിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇവര് ലവ് മാരേജ് ആയിരുന്നു, അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയാണ്. കോളേജ് പോയി പഠിച്ച് സ്നേഹിച്ച് അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരാണ്. സോ കോളേജ് കണ്ടതും ഇപ്പൊ കണ്ടതും രമ്യ ചേച്ചി എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് രമ്യ ചേച്ചി കൊണ്ടിരുന്നേ? 11. കറക്റ്റ് ആണോ? ഓക്കെ. അപ്പൊ രമ്യ ചേച്ചിനെ പറ്റി ഒരു 4 വാക്ക്. 4 വാക്കൊന്നുമില്ല, അന്ന് പറയാനുള്ളത് എന്റെ ഒരു മൂസ്. ആദ്യമായിട്ട് കണ്ടത് കോളേജിൽ വെച്ച്, അതിനു മുമ്പ് +2 വെച്ച്. സംഭവ ബഹുലമായിരുന്നു ജീവിതം. ഞാൻ ഇമോഷണൽ ആവുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. നല്ല ഓർമ്മയായിരുന്നു. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. അച്ഛയും അമ്മേനെയും കിട്ടിയതിനെ പറ്റി, നല്ല അച്ഛനും അമ്മയാണോ, അച്ഛനും അമ്മ എങ്ങനെയാണ് വീട്ടില്, സൂപ്പർ ആണോന്നൊക്കെ പറയും. തല്ലൊക്കെ പിടിക്കാറുണ്ടാ? അമ്മ അമ്മ പലതും പറയും, നീ ഉള്ളത് പറഞ്ഞു.
ഇഷ്ടംപോലെ തല്ലു പിടിക്കും. അതപ്പൊ തന്നെ തിരുത്തും. രണ്ടുപേർക്കും പൊളിറ്റിക്കലി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അമ്മ ആൻഡ് അച്ഛ. ഇമോഷണലായി കഴിഞ്ഞു. ഇനി പറയാന്ന് അല്ല, എനിക്കൊന്നും പറയാനില്ല. എല്ലാരും എല്ലാ കപ്പിൾസിനെയും പോലെ തന്നെ നമ്മൾ ഒരുപാട് വഴക്കിടും. പക്ഷെ വഴക്കിടുമ്പോഴും നമ്മൾ പിന്നീട് റിയലൈസ് ചെയ്യും എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ തല്ലുപിടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആ വാക്തർക്കം ഉണ്ടായത് നമ്മൾ റിയലൈസ് ചെയ്യും. പിന്നീട് നമ്മൾക്ക് മനസ്സിലാവും ഈ ഒരാള് ആണ്, അല്ലെങ്കിൽ ഈ ഒരാളാണ് ആ ഒരു പോയിന്റിൽ നമുക്കുള്ളൂ, നമ്മുടെ പില്ലറാണ് ആ ഒരാള്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ വഴക്കിട്ടിട്ടോ മിണ്ടായിരുന്നിട്ടോ കാര്യമില്ല, ഈ ഒരാളാണ് നമുക്ക് ലൈഫിലുള്ളൂ. അപ്പൊ നമ്മൾ ആ വഴക്ക് മാറും. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് വഴക്കല്ലല്ലോ, വഴക്കിനേക്കാളും കൂടുതൽ നമുക്ക് സ്നേഹം മുമ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് വഴക്കും അങ്ങനെ എന്താ പറയുക കാര്യമായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ്, ഭയങ്കര വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളെ പോലെ തന്നെ അവർക്ക് നല്ലൊരു മെമ്മറബിൾ ആയ ദിവസമായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലവരും നോട്ടീസ് ചെയ്ത പോലെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വന്നിങ്ങനെ ഫുഡിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഫുഡൊക്കെ ഏകദേശം നമ്മൾ എല്ലാവരും പോയി തീരാറായപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറേയൊക്കെ ഭാഗ്യം വന്നു കേട്ടോ. നമ്മൾ അപ്പം, കറി, ഫ്രൈഡ് റൈസ്, കറി, പിന്നെ വെജ്, പിന്നെ സാലഡ്സ്, ഐസ്ക്രീം, ചായകൾ, അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഇട്ടാണ് ചെയ്തത്. എൻ്റെ കൊച്ചച്ഛനാണ് കേട്ടോ കാറ്ററിംഗ് സർവീസ്, KKR കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് കാറ്ററിംഗ് സർവീസാണ്, അനിയത്തിക്കും ഹസ്ബൻഡിനും, അതായത് കൊച്ചച്ഛനും ചിറ്റയ്ക്കും. അവരാണ് നമ്മുടെ ഫുഡ് എല്ലാം മിക്കവാറും ചെയ്യാറ്. അപ്പോൾ കൊച്ചച്ഛനായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്തൊക്കെ ഫുഡ് ഉണ്ട് എന്നുള്ള വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കിച്ചാമിനാണെന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് അവിടെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞാൻ കിച്ചാമിനോട് തിരിയാൻ പറഞ്ഞു. കിച്ചാമിനും സ്യൂട്ടൊക്കെ ഊരി മാറ്റിട്ടോ, അത് ബേസ് കോട്ടൊക്കെ മാറ്റി ഷർട്ട് മാത്രമായിട്ടൊക്കെ നിൽക്കണത്. അങ്ങനെ ദേ ഇവരെല്ലാം കാറ്ററിംഗ് സർവീസിലെ ആൾക്കാർ എല്ലാം ദേ കെട്ടിപ്പെറുക്കി തിരിച്ച് പോകാൻ പോവാണ്. നമ്മൾ ഇത്രയും പരിപാടിയൊക്കെ നടന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ആളൊഴിഞ്ഞ പറമ്പ് പോലെ കിടക്കും. പക്ഷെ അങ്ങനെയാണല്ലോ, ആ ഒരു സമയം കടന്നു പോകും എന്നൊക്കെ പറയണ പോലെ നമ്മൾ ആ സന്തോഷിച്ചിരുന്ന സമയം അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും കസിൻസും റിലേറ്റീവ്സ് ഒക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദേ നമ്മൾ എല്ലാവരും കുറേ നമ്മുടെ പറമ്പിലുള്ള എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തൊക്കെ ഇരുന്നു. ഇനിയിപ്പം നമ്മള് തമ്പുവിനെ എല്ലാവരും കൊണ്ട് ഞാൻ ഒരു വിഷസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിക്കാന്ന് വിചാരിച്ചു ഇനി മുറിയിലേക്ക് പോകാൻ പോവാണ്. നമുക്ക് ഇനി അതൊക്കെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. നമ്മുടെ തമ്പുവിന്റെ ബർത്ത്ഡേയുടെ ദിവസം, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു നോട്ട് പാഡ് കൊടുത്തിട്ട് അവരെന്തെങ്കിലും വിഷസ് എഴുതാൻ പറഞ്ഞു. സോ എല്ലാവരും കുറെ വിഷസ് എഴുതുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. എനിക്കടെ ഫസ്റ്റ് കിട്ടിയത് എന്റെ പ്രിയപ്പെട്ട തമ്പൂസിന് ഹാപ്പി ബർത്ത്ഡേ ഏട്ടേട്ടൻ. ഏട്ടേട്ടനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ്, വിഷിംഗ് യു എ ഇയർ ഫുൾ ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഓൾ ദ ബ്ലെസ്സിങ്സ്. പേരില്ല. ഹാപ്പി ബർത്ത്ഡേ തമ്പു, ക്യൂട്ട് ബോയ്, ഐ ലവ് യു. പേരൊന്നുമില്ല കേട്ടോ, ആരും പേര് എഴുതിയിട്ടില്ല. ഐ ലവ് യു തമ്പുച്ചി ആൻഡ് ഗോഡ് ബ്ലെസ് യു ബൈ സുമിയമ്മ. കുഞ്ഞിക്കുട്ടിക്ക് ചക്കര ഉമ്മ, ഹാപ്പി ബർത്ത്ഡേ ബൈ മിനിയമ്മ. പ്രിയപ്പെട്ട തമ്പുവിന് പിറന്നാൾ ആശംസകൾ. ഇത് ഏതോ സൈൻ ഉണ്ട്. ഇത് ആരുടെ സൈനാന്ന് അറിയോ? ആരാ? May your smile always remain same. പേരില്ല. നാടിന് പ്രിയപ്പെട്ട മലയാളം പഠനം പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാതെ. നാടിന് പ്രിയപ്പെട്ടവനാകണം. ഓക്കെ. നാടിന് പ്രിയപ്പെട്ടവനാകണം സജീവൻ വെള്ളിച്ചൻ. എന്നും നന്മകൾ തമ്പൂട്ടന്, ഒത്തിരി ഉമ്മകൾ, തൃശവല്യമ്മ. ഹാപ്പി ബർത്ത്ഡേ തമ്പു, ഗ്രോ അപ്പ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലിവ് ദ ലൈഫ് ഓഫ് ഫുള്ളസ്റ്റ്. പേരില്ല കേട്ടോ, പേരുള്ളതൊക്കെ ഞാൻ വായിക്കാവേ. എന്റെ തമ്പുടു കുഞ്ഞിന് എന്നും എല്ലാ നന്മകളും വരട്ടെ. അമ്മയാണോ?
അറിയില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ തമ്പൂസ്. ഹീസ് സോ ക്യൂട്ട്. ഹീസ് സോ ക്യൂട്ട്. ഹീസ് സോ ക്യൂട്ട്. ഗായ്സ് നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ വായിക്കുന്നത്? ഓക്കേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ തമ്പൂട്ട. അപ്പച്ചിയുടെ സ്വത്തുപിടി ആരാണ്? അപ്പച്ചിയുടെ സ്വത്തുപിടി അല്ല, മാലി ചേച്ചി. എന്നും എപ്പോഴും പുഞ്ചിരിയോട് കൂടി ഇരിക്കണം ഉമ്മ. കോപ്പി അടിച്ച. ഹാപ്പി ബർത്ത്ഡേ തമ്പു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഹാപ്പി ബർത്ത്ഡേ തമ്പു ഡിയർ ലവ്ലി ബേബി. രാജേട്ടനാണ് തോന്നുന്നത്. വിഷ് യു ഓൾ ദ ഹാപ്പിനെസ് ഇൻ ദ വിഷ് യു ഓൾ ദ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ് തമ്പൂട്ട. അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ തമ്പുടു. Oh, dear Tambuta, wish you a beautiful and amazing future. Always keep smiling. Lots of blessing. With love, Ammuchitta. ഈ അമ്മുച്ചിട്ടയുടെ ഒരു കാര്യം. അമ്മുച്ചിട്ടേ തമ്പുടുവിന് ആശംസകൾ. അത് നിന്റെ അച്ഛനാണാടി? ഇതാണോ ആശംസകളൊക്കെ? മെയിൻലി കൊച്ചച്ഛനാണല്ലോ, കുഞ്ഞച്ഛനാ പറ, മാമനാണ് പറയാറ്. ഹാപ്പി ബർത്ത്ഡേ തമ്പൂട്ട. അപ്പച്ചിയുടെ കുഞ്ഞു രാജകുമാരന് ഒരു ഉമ്മ. അപ്പച്ചിയുടെ കുഞ്ഞു രാജകുമാരന് ഒരു ഉമ്മ. ഏതപ്പച്ചിയാ? മാലി ചേച്ചി ആയിരിക്കും. ആ, ചാലി ചേച്ചി ആയിരിക്കും. ക്യൂട്ട് തമ്പുടു. ഇതായിരുന്നു ലാസ്റ്റത്തെ കേട്ടോ. എല്ലാവരും അവന് നല്ല നല്ല വിഷസാണ് കൊടുത്തത്. ആൻഡ് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവന് എന്തെങ്കിലും വിഷസ് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അതിനെല്ലാം ഞാൻ വായിച്ചു. ഹായ് ഗായ്സ്. സോ അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. എല്ലാരും പോയി. ഇപ്പൊ നമ്മള് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ എല്ലാരും കൂടി ഒതുക്കാണ്. ഇത് എല്ലാരും നിങ്ങൾ നോക്കൂ. ഇത് ചേച്ചി ആ കട്ടിന്റെ മേളിലെല്ലാം കേട്ടിരിക്കായിരുന്നു നല്ലത്. ഇത് തമ്പൂന് കിട്ടിയ ഗിഫ്റ്റുകളാണ്. ഇനിയും 2-3 ഇപ്പൊ വീണാനെ 2 വണ്ടിയും കൂടി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാ ഗിഫ്റ്റും ഇങ്ങനെ ഒതുക്കിയതാണ്. എല്ലാം ബെഡിന്റെ മേളിലായിരുന്നു. അതെന്തടി അത് കവറ്? ഒന്നുമില്ലല്ലോ. ഉടുപ്പിട്ട് ഞാൻ എടുത്തോളാം. അപ്പൊ ഞങ്ങളിത് ഇതെല്ലാം ഒതുക്കി പെറുക്കാണ്. നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഡേ ഇതെല്ലാം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുമ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തണില്ലെന്ന്. ഇത് വിഷു ആയതുകൊണ്ടാണ് നമ്മള് പിന്നീടത്തേക്ക് മാറ്റി വെച്ചത്. സോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരുപാട് പേര് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു തമ്പുവിന്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ അപ്പൊ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ.